ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ ആ ബർത്ത്ഡേ ഫംഗ്ഷന് ആറ്റുവാശ്ശേരി സദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. അവരെ തകർക്കാനുള്ള ബോംബുമായിട്ടാണ് സാറയും ചന്ദ്രശേഖരനോടെ നിൽക്കുന്നതെന്ന് നല്ല മനസ്സിൻ്റെ ഉടമയായ രാധിക പാവം തോന്നി ചന്ദ്രികയെ വിളിച്ചോണ്ട് വന്ന് ആഹാരവും കൊടുത്തൊരു ജോലിയും കൊടുത്ത്. പണത്തിന് മീതെ പരുന്തും പറക്കും എന്ന് പറഞ്ഞതുപോലെ പണത്തിനോടുള്ള ആർത്തിമൂത്ത്. പക്ഷെ അവൾ കാണിച്ച നന്ദികേടാണ് ഇവിടെ ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും വളരെ പുകഴ്ത്തി പറയുന്ന ആറ്റുവാശ്ശേരി സദ്യയിൽ ആ ചന്ദ്രിക ചെയ്തത് ആ പായസത്തിൽ സാറ കൊടുത്ത പോയിസൺ കലക്കി വെച്ചിരിക്കുവാണ്. ഇതൊന്നും അറിയാതെ വളരെ സന്തോഷത്തോടെ വരുണൻ രാധിക ഇങ്ങനെ സദ്യയൊക്കെ വിളമ്പുക. രാധിക വരുണോട് പറയാ, ഞാനെന്നാലിനി പായസം വിളമ്പട്ടെ, വരുൺ അവിടെ ആർക്കെങ്കിലും കറിയോ വല്ലോ വേണമെന്നൊന്ന് നോക്കണേ. ഈ സമയം ടെൻഷനോടുകൂടി ചന്ദ്രിക ഇങ്ങനെ സാറയും ചന്ദ്രശേഖരനെയും നോക്കുന്നുണ്ട്. അവർ കണ്ണുകൊണ്ട് പരസ്പരം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രികയും കണ്ണുകൊണ്ട് കാണിക്കുവാണ്. ഇതൊന്നും അറിയാതെ പാപം നമ്മുടെ രാധിക ആ ഗ്ലാസ് എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ പായസം വിളമ്പുവാണ്. രാധിക അങ്ങനെ പായസം വിളമ്പുന്നത് കാണുമ്പോൾ വേണ്ട സാറയുടെ മുഖത്തൊരു സന്തോഷം. ഇപ്പോൾ ഇവിടെ എല്ലാം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അവളങ്ങനെ കാത്തു നിൽക്കുവാണ്. രാധിക അങ്ങനെ പായസവും ഗ്ലാസും കൊണ്ടുവന്ന് ഓരോ ഇലയുടെ അടുത്തും ഇങ്ങനെ പായസം വെക്കുവാണ്. ഇതൊക്കെ ചന്ദ്രശേഖരൻ സാറയെ നോക്കിയിട്ട് എന്തോ അവൾ ചന്ദ്രശേഖരനോടൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു വരിക. എന്നിട്ട് രാധികയുടെ അടുത്ത് വന്നിട്ടൊരു തട്ട്. രാധികയുടെ കയ്യിലിരുന്ന പായസം അല്പം അവളുടെ സാരിയിൽ വീണ്, എന്താടി നീ കാണിച്ചത് എന്നും പറഞ്ഞ് പെട്ടെന്ന് അവൾ രാധികയുടെ കർണത്തൊരൊറ്റടി. ഏയ് എന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട് നമ്മുടെ വരുൺ. എന്താ നിങ്ങൾ ഈ കാണിച്ചത്? വരുൺ, വേണ്ട, എല്ലാവരും കഴിക്കുക, അതൊന്നും ശരിയാകില്ല രാധിക. വരുൺ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് രാധിക വരുണിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോവുക. പരമേശ്വരനും പത്മിനി അത് കണ്ട് ആകെ സങ്കടത്തോടെ നോക്കി നിൽക്കുക. പരമേശ്വരൻ പത്മിനിയോട് പറയും, നമുക്ക് ഊണ് മതിയാക്കാം, ഇതൊക്കെ തന്നെയാണല്ലോ എവിടെ ചെന്നാലും എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. സാറ കുറച്ച് ജാടയും അഭിനയും ഒക്കെ കാണിക്കുവാണ്. ആ ബർത്ത്ഡേ നടത്തുന്ന വീട്ടിലെ ചെറുക്കനെയും പെണ്ണിനെയും വിളിച്ചിട്ട് വഴക്ക് പറയാം, എന്തൊരു പണിക്കാരാ, ഇവരൊക്കെയാണ് ഈ നാട് നശിപ്പിക്കുന്നത്. സാറ നോക്കുമ്പോൾ ബർത്ത്ഡേ ആഘോഷിച്ച് ആ കുഞ്ഞ് ആ പായസം എടുത്തിങ്ങനെ കുടിക്കുവാണ്. അവൻ്റെ അടുത്തിരുന്ന കൊച്ചനും പായസം എടുത്ത് കുടിക്കുക. എത്ര പേര് കുടിക്കുന്നുണ്ടെന്നിങ്ങനെ സാറയും ചന്ദ്രശേഖരനും നോക്കുക. ചന്ദ്രികയാണെങ്കിൽ ആ ഭയന്ന് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഉദ്ദേശിച്ചു വന്ന കാര്യം നടക്കാൻ പോകുന്ന സന്തോഷത്തിൽ സാറയും ചന്ദ്രശേഖരനും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുവാണ്. ഈ സമയം രാധിക വരുണിനെ വിളിച്ച് പുറത്തു കൊണ്ടു നിർത്തിയിട്ട്, നോക്ക്, നമ്മളിപ്പോൾ ഇവിടുത്തെ പണിക്കാരാ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മളെ ചീത്ത വിളിക്കും, ചിലപ്പോൾ തല്ലുകയും ചെയ്യും, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. പക്ഷെ വരുൺ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. ഈ സമയം എന്താ പായസം കുടിച്ച ബർത്ത്ഡേ കൊച്ചനും വേറൊരു കൊച്ചിനും രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ചന്ദ്രശേഖരനും സാറയ്ക്ക് പണി പാളിയിട്ടില്ലല്ലോ എന്ന് മനസമാധാനത്തോടെ ഇങ്ങനെ ചന്ദ്രികയെ നോക്കുക. അയ്യോ മോനെ, എന്തു പറ്റി എന്നും പറഞ്ഞു കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ ഓടി വരുന്നുണ്ട്. വരുണൻ രാധിക അങ്ങോട്ട് ഓടി വന്നിട്ട്, എന്തു പറ്റി, എന്താണെന്നറിയില്ല, കുഞ്ഞുങ്ങൾ തന്നെ ഛർദ്ദിക്കുന്നു. കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഭക്ഷണത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നു, ഇത് ഫുഡ് പോയ്സണാ. പരമേശ്വരനും പത്മിനിയും സങ്കടത്തോടെ രാധികയെ, മോളെ എന്താണെന്നറിയില്ലമ്മേ, ഞാനൊന്ന് നോക്കട്ടെ, എന്താ പ്രശ്നമെന്നൊക്കെ പിന്നെ നോക്കാം, ആദ്യം കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നിങ്ങനെ വരുൺ പറയുമ്പോൾ പെട്ടെന്ന് സാറ, വേണ്ട, കുട്ടികളെ പെട്ടെന്ന് ജോൺസാ ഹോസ്പിറ്റലിൽ എത്തിക്ക് എന്നങ്ങ് അവൾ അങ്ങ് പറയുവാണ്. അയ്യോ ചേട്ടാ, ഞങ്ങളും വരാം എന്ന് രാധിക പറയാം. ഉടനെ സാറ, നിങ്ങൾ പോകാൻ വരട്ടെ, ഈ സദ്യ വിളമ്പിയത് നിങ്ങളല്ലേ, അന്വേഷണം വരുമ്പോഴേ ഇപ്പം തിരിച്ചു വരുമോ ഇല്ലയെന്ന് ആർക്കറിയാം, നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞത്, കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. സാറയുടെ അനുയായിയാണെന്ന് തോന്നുന്നവൻ. അവൻ പറയാം, അതെ, കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സാറാ മേഡം പറഞ്ഞതാണല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്, ജോൺസാ പെട്ടെന്ന് പിള്ളേരെ കൊണ്ടുപോകും. സാറേ അഭിനയം തുടങ്ങി, വേണ്ട, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, CA വിളിച്ച് വിവരം പറയണം, പ്ലാൻ സക്സസ് ആയല്ലോ എന്നുള്ള രീതിയിൽ ചന്ദ്രശേഖരൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ചന്ദ്രികയാണെങ്കിൽ ആകെ വിറയ്ക്കുന്നുണ്ട്. അവൾ പിടിക്കപ്പെടുമോ എന്നുള്ള പേടി. സാറയുടെ ഉള്ളിലെ ചതി അറിയാതെയാണല്ലോ ജോൺസൺ ഈ ബർത്ത്ഡേക്ക് ഒരുങ്ങിയത്. ജോൺസൺ രാധികയോടും വരുണിനോടും പറയും, എന്നാലും ഈ കൊലച്ചതി വേണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞ് എന്ത് സന്തോഷത്തോടെ ഇരുന്നതാണെന്നറിയാവോ, എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ നിങ്ങൾ. വരുൺ പറ, ചേട്ടാ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്ക്, എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല, അത് മനസ്സിലാക്കി തരാനല്ലേ പോലീസുകാരെ വിളിച്ചിരിക്കുന്നത്, അവർ വരട്ടെ, അവർ മനസ്സിലാക്കി തന്നോളും, കുറ്റവാളി ആരാണെന്ന് അപ്പോഴറിയാലോ എന്നിങ്ങനെ സാറ പറയുക. സത്യം വിളിച്ച് പറയണോ, ഇവിടെ ഓടി രക്ഷപ്പെടണോ, ചന്ദ്രയ്ക്കാണെങ്കിൽ പൊട്ടിക്കരയണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവൾ സാരി ഇങ്ങനെ മുഖത്ത് പൊത്തിവെച്ചുകൊണ്ടിരുന്ന് സങ്കടം ഒതുക്കുവാണ്. അപ്പോഴേക്കും തന്നെ CI വന്നു കഴിഞ്ഞ്, നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞുറപ്പിച്ച് വെച്ചതാണല്ലോ, ഓൾറെഡി വരുണിൻ്റെയും രാധികയുടെയും ശത്രുവാണ് ആ CI, അവനാണ് വന്നിരിക്കുന്നത്. ഇനിയത്തെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വരുണും രാധികയും പരമേശ്വരനും പത്മിനിയും ആ CAയെ കണ്ടപ്പോഴേ ആകെ ഭയക്കുന്നുണ്ട്.
ഇവൻ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കും, ഇതിൽ നിന്ന് എങ്ങനെ ഊരി വരും എന്നുള്ള ഒരു ടെൻഷനിലാണ് വരുൺ. ഉള്ളിലെ പ്രതികാരം എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള വരവാണ് CI. ഒന്നും അറിയാത്തതുപോലെ അവൻ ചോദിക്കുന്ന എന്താ സംഭവം. സാറേ ഉടനെ ജോൺസാ എന്താ സംഭവിച്ചെന്ന് അങ്ങോട്ട് പറഞ്ഞോട് CIക്ക്. സാറേ ഇന്നെൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഛർദ്ദിച്ചു. ഫുഡിന് എന്തോ കുഴപ്പമുണ്ട് സാറേ. ആഹാ, അപ്പോൾ ആരായി ഫുഡിൻ്റെ ആള്? വരുണിനെയും രാധികയും കാണിച്ചിട്ട് ഇവരാണ് സാറേ എന്ന് പറയുക. സകല പ്രതികാരം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടായിരുന്നു അവനങ്ങോട്ട് വന്നത്. എൻ്റെ ദേഹത്ത് യൂണിഫോം തിരിച്ച് കയറില്ലെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചിരുന്നു അല്ലേ? ഞാൻ വീണ്ടും ഈ യൂണിഫോം എടുത്തങ്ങ് ഇട്ട്. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് വീണ്ടും എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. എന്തായാലും തുടക്കം തന്നെ നിന്നെയൊക്കെ കൈ കിട്ടിയത് ഭാഗ്യമായി. സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാർ. ഒരർത്ഥത്തിൽ ഇതൊരു കൊലപാതക ശ്രമം തന്നെയല്ലേ? ഇത്രയും കുടുംബാംഗങ്ങളുടെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് ഏതാണ്ട് ഇവർ ഇല്ലാതാക്കിയത്. മഹാഭാബി ചന്ദ്രശേഖരൻ പറയാ, സാറേ ഇവരെയൊക്കെ വളരാൻ വിട്ടാലേ ഈ നാട് തന്നെ ഇല്ലാതാക്കി കളയും. ചന്ദ്രശേഖരന്റെ വലങ്കൈയാണല്ലോ ഈ വന്നിരിക്കുന്ന CI. നീതിയും നിയമവും ഒക്കെ കൃത്യമായിട്ട് പാലിക്കണമെന്നും പറഞ്ഞു നടക്കുന്ന 2 പേരാണ് ഇവര്. അപ്പോൾ പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ച വന്നാൽ കൃത്യമായിട്ട് പിന്നെ ഇവര് നോക്കത്തില്ലേ? എന്തായാലും ഇവരെ 2 പേരെയും ഞാൻ അങ്ങ് അറസ്റ്റ് ചെയ്യുക. ദാണ്ടെ ഹെൽത്തിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് ഇവിടുത്തെ ഫുഡിന്റെ സാമ്പിൾ കളക്ട് ചെയ്യണം, എന്നിട്ട് അതൊക്കെ ലാബിൽ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യും എന്നിങ്ങനെ മറ്റുള്ള പോലീസുകാരുടെ ആ CI പറയുവാണ്. പരമേശ്വരൻ പറഞ്ഞു, സാറേ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലല്ലോ. അതിനു മുമ്പ് സാർ ഇവരെ അറസ്റ്റ് ചെയ്താലേ ഇവരുടെ ബിസിനസ്സിനെ അത് വല്ലാതെ ബാധിക്കും. അത് ബാധിക്കാനാണല്ലോ പരമേശ്വര ഈ സാറ ഈ അഭിനയിക്കുന്നതെല്ലാം. അതേ ബാധിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. അതല്ലാതെ തൻ്റെ മോനെയും മരുമകളെ ഈ നാട് മുഴുവൻ വിഷം വിളമ്പാൻ ഞാൻ അങ്ങോട്ട് അഴിച്ചു വിടണോ? നോക്ക്, ആളുകളെ സേവിക്കാനാണ് ഞാൻ ഈ കാക്കിയിടുന്നത്. നിന്റെ നെഞ്ചത്ത് കൈവച്ച് സത്യമായിട്ട് ഒന്ന് പറയടാ, അതിനുവേണ്ടി തന്നെയാണോ നീ കാക്കിയിട്ടിരിക്കുന്നത്? ദാണ്ടേ, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ നോക്കി നിയമം നടത്താനൊന്നും അല്ല. 2നെയും അങ്ങോട്ട് പിടിച്ച് വണ്ടി കയറ്റി. അപ്പോഴേ 2 പോലീസുകാർ രാധികയും വരുണിനെയും പിടിക്കാൻ വരുമ്പോൾ വരുൺ അയാളെ പിടിച്ചൊരു തള്ളു. ആ CI കണ്ടിട്ട് എന്താണാ നീ കാണിച്ചത് എന്നും പറഞ്ഞ് വരുണിൻ്റെ ഷർട്ടിൻ്റെ കോളറെ കയറി പിടിക്കുക. നീ ഇവിടെ കിടന്ന ആളാവുന്നു അടിച്ചൊതുക്കി ഉരുട്ടിക്കളയും ഞാൻ. ഇത് കാണുമ്പോൾ ആ ചന്ദ്രശേഖരൻ്റെ സാറയുടെ ഒരു സന്തോഷം. 2നെയും ഇങ്ങോട്ട് പിടിച്ചു കയറ്റി. അപ്പോൾ വരുണിനെ 2 പോലീസുകാർ ചേർന്ന് പിടിച്ചോണ്ട് പോകുന്നു. രാധികയെ ഒരു പോലീസുകാരെയും പിടിച്ചോണ്ട് വന്ന് ജീപ്പിൽ കയറ്റുക. ആ ചന്ദ്രിയെ വിറച്ചോണ്ട് നിൽക്കുക. ഇടി മനസാക്ഷി ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നീ ആ സത്യം നാട്ടുകാരുടെ മുന്നിൽ വിളിച്ച് കൂവടി. രാധിക വിളമ്പിത്തന്നത് നിനക്ക് ചോറ് തന്നല്ലേ? അത് തിന്നവളല്ലേ? നിന്റെ മോക്ക് ബർത്ത്ഡേക്ക് അവൾ അത്രയും ചെയ്തില്ലേ? അല്പമെങ്കിലും നന്ദിയോ മനസാക്ഷിയോ ഉണ്ടെങ്കിൽ സത്യം വിളിച്ച് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ ജീവിച്ചിരിക്കുന്നത്? ഈ അന്യായത്തിന് കൂട്ടുനിന്ന് ആ കിട്ടുന്ന പണം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അത് നിന്റെ ദേഹത്തൊട്ടുവോ? ദൈവം നിനക്കിതിന് മാപ്പ് തരുമോ? എങ്ങനെയുണ്ട് ചന്ദ്രശേഖര? എഴുതി വെച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇന്നത്തോടെ ആറ്റുവാശ്ശേരി സദ്യ അവസാനിക്കില്ലേ? സാറേ ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ചന്ദ്രു നോക്കിക്കോ, ഇന്നത്തോടെ രാധികയുടെയും വരുണിന്റെ സകല കോൺഫിഡൻസും അവസാനിക്കില്ലേ? സാറ, നിന്റെ മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാനാവില്ല. എടാ ചന്ദ്രശേഖര, നിന്റെ തലയ്ക്ക് മുകളിൽ അവൾ എന്നേ ഒരു വാള് വെച്ചിട്ടുണ്ട്. അതറിയാതെയാ നീ ഈ ആടുന്നത്. അങ്ങനെ സാറയ്ക്ക് അവൻ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇനിയുമുണ്ട് ചന്ദ്രു നമുക്ക് ചിലത് ബാക്കി. പാവം പരമേശ്വരനും പത്മിനിയും കെട്ടിപ്പിടിച്ച് കരയുവാണ്. മക്കളെ പോലീസ് കൊണ്ടുപോയാൽ ഏത് അച്ഛനും അമ്മയും സഹിക്കുമോ? ഈ സമയം ആശ്രമത്തിൽ ശ്യാമയുടെ അടുത്ത് അവിടുത്തെ ഒരു അന്തേവാസിയായ അമ്മ വന്ന് സംസാരിക്കുക. എന്താ പറ്റിയത്? ഇതല്ല ബെഞ്ചമിൻ്റെ കൂട്ടാളി. അവൾ ഒളിഞ്ഞു നിന്ന് നോക്കുക. എന്തെങ്കിലും ശ്യാമ പറയുന്നുണ്ടോയെന്നറിയാൻ. അസുഖമായിട്ടോ അല്ലാതെയും പലരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. അമ്മ ശ്യാമയോട് ചോദിക്കുന്ന പേരെന്താ? ഏഞ്ചൽ മേരി. അത് കേട്ടപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. അവൾ പറഞ്ഞതുപോലെ ശ്യാമ പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ശ്യാമയ്ക്ക് ഓർമ്മയൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന്. ഉടനെ തന്നെ അവൾ ബെഞ്ചമിനെ വിളിക്കുക. എന്താ ഓർമ്മളെ? മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങൾ മിടുക്കനാണല്ലോ. എന്താ ഓർമ്മളെ, എന്ത് പറ്റി? അല്പം മുമ്പ് നിങ്ങളുടെ പേഷ്യന്റിനോട് ഒരു അന്തേവാസി പേര് ചോദിച്ചു. പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയണോ? ഏഞ്ചൽ മേരി. അയ്യോ, അങ്ങനെ പറഞ്ഞു? അതെ, നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഫലിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ജന്മത്തിലോട്ട് കടന്നിരിക്കുക. എവിടെയോ ഉള്ള ഒരു ഏഞ്ചൽ മേരി. ആ മരുന്ന് നിസ്സാരമല്ല. കുറച്ച് നാളൂടെ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്താലേ ലോകത്തിലുള്ള ഏത് മനോരോഗ വിദഗ്ധൻ വിചാരിച്ചാലും ശ്യാമ ആരാണെന്നുള്ളത് ആരുടെ മുന്നിലും വെളിപ്പെടില്ല. അതായത് ശ്യാമ എന്നേക്കുമായി അവസാനിച്ചു. ഇനിയുള്ളത് ഏഞ്ചൽ മേരി മാത്രമാണ്. എങ്കിലും ഒന്ന് സൂക്ഷിക്കണം, ശങ്കർജി നിസ്സാരക്കാരനല്ല. ചില സമയത്ത് വിദേശങ്ങളിൽ നിന്ന് പോലും ഡോക്ടർമാരുടെ എത്താറുണ്ട്. ഊർമിള പേടിക്കേണ്ട, ശ്യാമയുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ അവർക്കാർക്കും പറ്റില്ല. ഗായിക ശ്യാമ ഇതോടെ അവസാനിച്ചു.
എൻ്റെ ദൈവമേ, ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണോ ദുഷ്ടന്മാരെ ദൈവം വളർത്തുന്നത്? എന്തിനാ ഈ അന്യായത്തിന് കൂട്ടുനിൽക്കുന്ന എൻ്റെ ദൈവമേ? പാവം ശ്യാമ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ ആ രാധികയും? എന്തിനിങ്ങനെ ഇവരെ പരീക്ഷിക്കുന്നു? സദ്യക്കിടയിലുണ്ടായ പ്രശ്നം ആറ്റുവാശ്ശേരിയിൽ അറിഞ്ഞു. ദേവേട്ട, ശരിക്കും എന്താ ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവനാരായണൻ പറയുന്നുണ്ട്, അറിയില്ല, സദ്യയിൽ എന്തോ നടന്നെന്നാണ് പറയുന്നത്. വന്നിട്ട് പറയാമെന്നും പറഞ്ഞ് മോൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവിടെ അരങ്ങേറിയ നാടകങ്ങളൊന്നും ഇവർ പാവത്തുങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോഴങ്ങോട്ടൊരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. ആ പഴയ CI ആണ്. CI കണ്ടപ്പോഴേ ഇവർക്ക് മനസ്സിലായി ഇവൻ പ്രതികാരം വീട്ടുവെന്നുള്ളത്. എന്താ സംഭവിച്ചെന്നറിയാതെ അവരിങ്ങനെ ഫൈന് നിൽക്കുക. നോക്കുമ്പോൾ ജീപ്പിൽ നിന്ന് വരുണും രാധികയും ഇറങ്ങുന്നുണ്ട്. മക്കളെ, എന്താ പറ്റിയെന്ന് പറഞ്ഞ് ജയഭാരതിയമ്മ ഓടി വന്ന് വരുണോട് ചോദിക്കുക. ഉടനെ CI കുറച്ചുപേരുടെ ജീവൻ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അവരെ ജീവന് വേണ്ടി മല്ലിട്ടോണ്ടിരിക്കുക. എന്താ മോനെ ഉണ്ടായത്? ആഹാ, ഉണ്ടായെന്ന് നിങ്ങൾക്കറിയണോ? ആറ്റുവാശ്ശേരി സദ്യ എന്ന പേരിൽ അതിൽ വിഷം വിളമ്പി. ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത്. അവർ പറയുന്നു അടുക്കളയിൽ പാചകം നടത്തിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണും. അതിനെന്താ കാണിക്കാമല്ലോ പറഞ്ഞ് രാധിക അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ചന്ദ്രികയും അവിടെ മോളും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഇൻസ്പെക്ടേഴ്സ് അവിടെ എല്ലാം നോക്കിയിട്ട് വന്നിട്ട് CIയോട് പറയുന്നു, പാചകം ചെയ്തതെല്ലാം വൃത്തിയാണ്, അവിടെ നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല. പക്ഷേ സദ്യയിൽ ഫുഡ് പോയ്സൺ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിനി ഇവർ തുടരാതിരിക്കാനുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസും റിപ്പോർട്ടും വരുന്നത് വരെ ഇവരെ വിലക്കേണ്ടി വരും. ഭക്ഷണത്തിൽ എങ്ങനെ വിഷം കലർന്നു എന്നുള്ളതിൽ ഈ നിൽക്കുന്ന ആർക്കും ഒരു ധാരണയില്ലേ? ജയഭാരതി അമ്മ പറയാം, അന്നം ദൈവമല്ലേ സാർ, അതിലാരെങ്കിലും വിഷം കലർത്തുവോ? അത് കഴിച്ചിട്ട് ആശുപത്രി കിടക്കുന്ന ആരെങ്കിലും ചത്തുപോയാൽ ദൈവത്തെ കഴിച്ചിട്ട് ചത്തുപോയെന്ന് നിങ്ങൾ പറയുവോ? ദേവനാരായണൻ തിരുമേനി പറയും, ഒരു കാലത്തും ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ശല്യം ചെയ്യുകയോ ചെയ്യരുത് എന്ന് കരുതി ജീവിക്കുന്നവരാ ഞങ്ങൾ. അമിതമായ ഒരു ലാഭം എടുക്കാതെ ജീവിച്ചു പോകാൻ വേണ്ടി മാത്രം എൻ്റെ മക്കൾ ചെയ്ത ഒരു കാര്യമായത്. അതില്ലാതാക്കാൻ പിന്നെ ഞങ്ങൾ ശ്രമിക്കുവോ? ചന്ദ്രിക ഇതെല്ലാം കേട്ടോണ്ടിങ്ങനെ നിൽക്കുക. അവളുടെ മുഖത്ത് ചില ഭാവവ്യത്യാസങ്ങളുണ്ടെങ്കിലും അവളുടെ മുഖത്ത് കൂടുതലും ക്രൂരതയാണ് കാണുന്നത്. ഇവളുടെ മകൾ ഇത് കണ്ടുപിടിച്ച് ആ കൊച്ചു തന്നെ ഈ കേസ് തെളിയിക്കും. മിക്കവാറും അങ്ങനെ വരും. ഒരു നിമിഷം കൊണ്ട് കണ്ട ആ കുഞ്ഞിന് വേണ്ടി രാധിക ചെയ്ത ആ സ്നേഹപ്രകടനം ആ കൊച്ചിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ആ കുട്ടി തന്നെ ഈ അമ്മയെ കൊണ്ട് ഈ സത്യം പറയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.